ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയൊരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. അതിനായി ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവറിൻ്റെ പകുതി ഇതളുകളായി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കോളിഫ്ലവർ മുങ്ങിക്കിടക്കേണ്ട വിധത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാവുന്നതാണ്. ഇതിൽ കീടങ്ങളും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി, പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ, ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ആ കോളിഫ്ലവറിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കോളിഫ്ലവർ ഈ പൗഡറിൽ നല്ല പോലെ പിടിക്കേണ്ട വിധത്തിൽ നന്നായി കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല പോലെ കൈവച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, അല്പാൽപമായി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കോളിഫ്ലവർ പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു പരുവത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ചധികം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുത്, വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കണം. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം ഇതുപോലെ കോളിഫ്ലവർ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് മൊത്തം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കണ്ട, നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമാണ് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ആദ്യം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് 1 മിനിറ്റിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇത് ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെയാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കണേ. ഇതിപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള കോളിഫ്ലവറും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് സാദാ പച്ചവെള്ളം 1/2 കപ്പും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതും അവിടെ മാറ്റി വെക്കാം.
ഇനി സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കണം. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയെ. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കരുത്. ഇതിപ്പോൾ ഇതുപോലെ ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടുതൽ വേവേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സോസ് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ച ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട. 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായി വരാൻ തുടങ്ങും. ഇതുപോലെ ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ കോളിഫ്ലവറും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയായ ഗോബി മഞ്ചൂരിയൻ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.